വിലാസിനി പറയുകയാണ്, ഇപ്പോഴത്തെ കല്യാണങ്ങളൊക്കെ ഓൺലൈൻ ആണല്ലോ. അപ്പോൾ ആദ്യം വേണ്ടത് ഈ ലാപ്ടോപ്പിൽ ആനന്ദിന്റെ ഫോട്ടോ വെച്ച് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം. എന്നിട്ട് വധുവിന് ആവശ്യമുണ്ട് എന്നും പറഞ്ഞ് ഒരു പരസ്യം കൊടുക്കണം. അതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. നിന്റെ ഫോൺ നമ്പറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അല്ല, നിന്റെ ഫോൺ എവിടെ? അതിൽ മെസ്സേജ് വല്ലതും വന്നോന്ന് നോക്കിയേ. അന്നേരം കല്യാണി ഫോൺ എടുത്ത് വിലാസിനിക്ക് കൊടുക്കുകയാണ്. ഫോൺ നോക്കിയിട്ട് വിലാസിനി പറയുകയാണ്, ആഹാ, മെസ്സേജ് വന്നല്ലോ. ഓ, അവരുടെ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കണമെന്ന്. ഞാൻ അടച്ചോളാമെന്ന് വിലാസിനി പറയുകയാണ്. അന്നേരം കല്യാണിയുടെ ഫോൺ ബെല്ലടിക്കുകയാണ്. വിലാസിനി പറയുകയാണ്, മാട്രിമോണിയിൽ നിന്നാണെന്ന് തോന്നുന്നു, ഞാൻ സംസാരിക്കാം. ഫോൺ സംസാരിച്ച ശേഷം വിലാസിനി പറയുകയാണ്, എൻക്വയറികൾ ഏറെ ഉണ്ടെന്ന്, നമുക്ക് ചെക്ക് ചെയ്താലോ കല്യാണി? നീ വന്ന് ഇവിടെ ഇരിക്കുക, വാ എന്നും പറഞ്ഞ് വിലാസിനി കല്യാണിയെ അടുത്ത് പിടിച്ചിരുത്തുകയാണ്. അതിനുശേഷം കുറെ പെൺകുട്ടികളുടെ ഫോട്ടോസ് വിലാസിനി കല്യാണിക്ക് കാട്ടിക്കൊടുക്കുകയാണ്. ഇത് നോക്കൂ, മണിമംഗലം തറവാട്ടുകാരാണ്, തൃച്ചംബരവുമായി യോജിക്കും, നമുക്ക് വിളിച്ചു നോക്കാം അല്ലേ? കല്യാണി പറയുകയാണ്, മാഡം വിളിക്ക്, തറവാടുത്തമുള്ളവർ സംസാരിക്കുന്നതല്ലേ നല്ലത്. അതാണ് എന്നും പറഞ്ഞ് വിലാസിനി ഫോൺ വിളിക്കുകയാണ്. ഹലോ, ഇത് മണിമംഗലം തറവാടല്ലേ? അതെ, മാട്രിമോണിയിലെ എൻക്വയറി കണ്ട് വിളിച്ചതാണ്. തൃച്ചംബരത്ത് നിന്നാണ്. തൃച്ചംബരത്ത് നിന്നോ? അതെ, എന്താ വിശ്വാസം വരുന്നില്ലേ? ഞാൻ തൃച്ചംബരത്ത് വിലാസിനിയാണ് സംസാരിക്കുന്നത്. തൃച്ചംബരത്ത് നിന്ന് കല്യാണാലോചനകൾ വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമല്ലേ? അല്ല, അവിടെ ഇനി ആർക്കാണ് കല്യാണം? അഖിലാണ്ടേശ്വരിയുടെ 2 മക്കളുടെയും കല്യാണം കഴിഞ്ഞതല്ലേ? അത് തൃച്ചംബരത്തെ മൂത്ത മകൻ ആനന്ദകൃഷ്ണന് വേണ്ടിയിട്ടാണ്. അതിന് ആനന്ദകൃഷ്ണന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? ഡ്രൈവർ ദാസിന്റെ മകൾ കല്യാണിയെ കല്യാണം കഴിച്ചതല്ലേ? കല്യാണിയെ ഒന്ന് നോക്കിയിട്ട് വിലാസിനി പറയുകയാണ്, അതെ, അതിൽ ഒരു പ്രശ്നമുണ്ട്. അതിനുശേഷം കാര്യങ്ങളൊക്കെ വരികയാണ് വിലാസിനി. എന്നിട്ട് വിലാസിനി പറയുകയാണ്, ഇതിപ്പോ വിവാഹമോചനത്തിൽ എത്തിയതിനു ശേഷമാണ് കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. അല്ല, നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു. സോറി മാഡം, ഞങ്ങൾക്ക് ഒറ്റ ഒരു മോളേ ഉള്ളൂ. അതിനെ 2ാം കെട്ടുകാരനെ പിടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾക്കൊരു താല്പര്യവുമില്ല. വെരി സോറി. അത്രയും പറഞ്ഞവർ ഫോൺ കട്ട് ചെയ്യുകയാണ്. കല്യാണി ചോദിക്കുകയാണ്, എന്താ മാഡം, മണിമംഗലം തറവാട്ടുകാർ സമ്മതിച്ചോ? ഓ ഇല്ലെന്നേ, അവർക്ക് 2ാം കെട്ടുകാരനെ വേണ്ടെന്ന്. ആ, പോകാൻ പറ, നമുക്ക് വേറെ നോക്കാമെന്ന് വിലാസിനി പറഞ്ഞതിന് ശേഷം വീണ്ടും നോക്കുകയാണ്. മണിമംഗലത്തേക്കാൾ വലിയ തറവാട് ഈ കൂട്ടത്തിൽ കാണും. ദേ ഇത് നോക്കി, വിളിച്ചു നോക്കാമല്ലേ എന്നും പറഞ്ഞ് വീണ്ടും ഫോൺ വിളിക്കുകയാണ് വിലാസിനി. ഫോൺ വിളിച്ച ഉടനെ കട്ട് ചെയ്യുകയാണ് വിലാസിനി. കല്യാണി ചോദിക്കുകയാണ്, എന്താ മാഡം, അവർ ഈ പരസ്യം കണ്ടുപോലും 2ാം കെട്ടുകാരന് തരാൻ അവിടെ പെണ്ണില്ലാത്രേ. തറവാട്ടുകാരും 2ാം കെട്ടുകാരന് പെണ്ണ് തരില്ല എന്നാണ് തോന്നുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ് വിലാസിനി. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയുടെ വീടാണ്. അവിടേക്ക് ശ്രീനിവാസൻ വരികയാണ്. ശ്രീനിവാസൻ പറയുകയാണ്, പ്രിയങ്ക, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ വരികയാണല്ലോ പ്രിയങ്കയെ. എന്താ ശ്രീയേട്ടാന്ന് പ്രിയങ്ക ചോദിക്കുകയാണ്. തൃച്ചംബരത്ത് ആനന്ദിന്റെ കല്യാണാലോചന ദ്രുതഗതിയിൽ നടക്കുകയാണല്ലോ. അന്നേരം ഗംഗയും അവിടേക്ക് എത്തുകയാണ്. വീണ്ടും ശ്രീനിവാസൻ ചോദിക്കുകയാണ്, അല്ല പ്രിയങ്ക, നിനക്കെന്താ ആ കാര്യം കേട്ടിട്ട് ഒരു സന്തോഷവും ഇല്ലാത്തത്? അതിൽ സന്തോഷിക്കേണ്ടതായി ഒന്നുമില്ലല്ലോ ശ്രീയേട്ടാ. ആ കല്യാണം നടക്കാൻ പാടില്ല. കല്യാണം നടക്കാൻ പാടില്ലെന്നോ? നീ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? എന്റെ ഒന്നാമത്തെ ശത്രു കല്യാണിയാണെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞില്ലേ? അങ്ങനെ ഒരു മുഖ്യ ശത്രു എന്നേക്കുമായി തൃച്ചംബരത്ത് നിന്ന് പുറത്താകുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഗംഗ പറയുകയാണ്, വിവാഹമോചനം നടത്തി കല്യാണി തൃച്ചംബരത്ത് നിന്ന് പോയാൽ കല്യാണിക്കത് താൽക്കാലിക ദുഃഖം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. അതേ ദുഃഖം ആനന്ദിനും ഉണ്ടായേക്കാം. പക്ഷേ ആനന്ദിന് ഒരു പുതിയ കല്യാണം നടന്നാലോ? അത് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പ്രിയങ്ക പറയുകയാണ്, അതെ, ഉന്നത കുടുംബത്തിൽ നിന്നും ഒരു പെണ്ണ് വന്നാൽ അഖിലയുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. അതോടെ തൃച്ചംബരത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകും. അതുണ്ടാവാൻ പാടില്ല. ഗംഗ പറയുകയാണ്, കല്യാണി എന്ന ഒറ്റ ശത്രുവിന്റെ നാശം മാത്രമല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. അത് തൃച്ചംബരത്തിന്റെ സർവനാശമാണ്. ആ നാശം കാണാതെ നാഗമഠത്തെ സഹോദരിമാർ അടങ്ങില്ല. പ്രിയങ്ക പറയാണ്, സത്യമാണ്, അത്രയേറെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് അഖില നാഗമഠത്തെ സഹോദരിമാരെ. ആ മുറിവുകൾ അങ്ങനെ ഉണങ്ങില്ല. അത് ഉണങ്ങണമെങ്കിൽ തൃച്ചംബരത്തിന്റെ അവസാനത്തെ തൂണും നിലം പതിക്കണം. അടിത്തറയിലെ അവസാനത്തെ കല്ലും കടലെടുക്കണം. അഖിലയുടെ ഉദകക്രിയ ചെയ്യാൻ ഒരു ആൺതരി പോലും ബാക്കിയുണ്ടാകരുത്. ഈ പകയും പ്രതികാരവും ഒരിക്കലും കെട്ടടങ്ങില്ല ശ്രീയേട്ട. അത് തൃച്ചംബരം എന്ന വീട്ടുപേരിനെ പോലും കടപുഴക്കി എറിഞ്ഞാലേ സാധിക്കൂ. ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് ഞാൻ ജീവിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എന്റെ ജന്മദൗത്യം തന്നെ അതിനു വേണ്ടിയാണ്. അന്നേരം പ്രിയങ്കയ്ക്ക് ഒരു കോൾ വരികയാണ്. പ്രിയങ്ക പറയുകയാണ്, വിലാസിനി ആന്റി ആണല്ലോ. ഹലോ ആന്റി. ആ പ്രിയങ്ക, എന്തായി ആന്റി? വിവാഹാലോചനയൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ടെന്ന് കേട്ടു. എന്റെ നേതൃത്വത്തിൽ ഞാനും കല്യാണിയും കൂടിയാണ് കല്യാണാലോചനകൾ നടത്തിയത്. എന്നിട്ട് എന്തായി, വിവാഹം ഉറപ്പിച്ചോ? എവിടെ? തൃച്ചംബരത്തേക്കല്ലേ പെണ്ണ് വേണ്ടത്. കുലീനത, അന്തസ്, പാരമ്പര്യം, സൗന്ദര്യം, സമ്പത്ത്, അങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളും നോക്കണ്ടേ? വലിയ തറവാട്ടിൽ നിന്നല്ലേ പെണ്ണിനെ ആലോചിക്കാൻ പറ്റൂ. തീർച്ചയായും അങ്ങനെ വല്ല ആലോചനയും ഒത്തുവന്നോ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല, തറവാടുകളിൽ വിവാഹപ്രായം എത്തിയ പെൺകുട്ടികളുണ്ട്. പക്ഷേ അവർക്കാർക്കും ഒരു 2ാം കെട്ടുകാരനെ വേണ്ടാന്ന്. ഇതൊക്കെ കേട്ട് ചിരിക്കുകയാണ് പ്രിയങ്ക. വിലാസിനി പറയുകയാണ്,
ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും പുറത്താക്കാനുള്ള ആ അവസരവും പാഴായി പോവുകയാണ്. ഷോ ഇനി എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല. ആ ശരി, നീ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് വിലാസിനെ. എന്താ പ്രിയങ്ക എന്ന് ഗംഗ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുകയാണ്, നമ്മുടെ ആഗ്രഹം പോലെ തന്നെ ആ ഒരു കല്യാണവും നടക്കാൻ പോകുന്നില്ല. ആനന്ദിന്റെ ഭാര്യയായി തന്നെ കല്യാണി തുടരണം. എന്നാലേ അഖിലയ്ക്കും തൃച്ചംബരത്തിനും സമാധാനക്കേടുണ്ടാവൂ. തൃച്ചംബരം എന്നും പുകഞ്ഞുകൊണ്ടിരിക്കണം, ഒരു അഗ്നിപർവ്വതം പോലെ. പിന്നീട് കാണിക്കുന്നത് അഖിലയെയാണ്. സുജാത അഖിലയ്ക്ക് ചായ കൊണ്ടു കൊടുക്കുകയാണ്. അന്നേരം അവിടേക്ക് അരവിന്ദും നന്ദനയും എത്തുകയാണ്. ആന്റി എന്ന് നന്ദന വിളിക്കുമ്പോൾ അഖില ചോദിക്കുകയാണ്, നിനക്കിന്ന് കമ്പനിയിൽ പോകണ്ടേ? സമയം വൈകിയല്ലോ. ഓണം ആന്റി, എന്നാൽ ഇറങ്ങിക്കോ. അല്ലമ്മേ, എനിക്ക് അമ്മയോട് എന്ന് അരവിന്ദ് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അരവിന്ദിനെ തടയുകയാണ് അഖില. സംസാരമൊക്കെ പിന്നീട്, ആദ്യം അവരവരുടെ ഡ്യൂട്ടികൾ ചെയ്യാൻ നോക്ക്. ഇപ്പൊ തന്നെ നോക്കേണ്ട ഫയലുകളൊക്കെ കുന്നുകൂടി കിടക്കുകയാണ്. ഈ മാസത്തെ ശമ്പളം കൊടുക്കുന്നത് ഒരു ദിവസം വൈകിയെന്ന് കേട്ടല്ലോ. ആനന്ദ് ഗ്രൂപ്പിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ നടക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലമ്മേ, എനിക്കൊന്ന് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ വീണ്ടും അരവിന്ദിനെ തടയുകയാണ് അഖില. അരവിന്ദ്, നീ ഇപ്പോൾ തന്നെ വൈകിട്ടുണ്ട്. അന്നേരം അവിടേക്ക് സഹദേവൻ എത്തുകയാണ്. സഹദേവനെ കണ്ടപ്പോൾ അഖില ചോദിക്കുകയാണ്, ആരായത്? സഹദേവനോ? വരൂ എന്ന് പറയുകയാണ്. ഒന്ന് ഫോൺ ചെയ്തു പോലും പറയാതെയാണല്ലോ ഈ വരവ്. എന്താ പെട്ടെന്നുള്ള വരവ്? ഏട്ടത്തി, എനിക്ക് ഇങ്ങോട്ട് വരുന്നതിന് പ്രത്യേകിച്ച് സമയം നോക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല വലിയ വലിയ വിശേഷങ്ങൾ നടക്കുന്നത് ഇവിടെയല്ലേ. അതിനിടയിൽ വരുന്ന കാര്യമൊന്നും വിളിച്ചറിയിക്കാൻ പറ്റിയില്ല. അന്നേരം താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ് ജയന്തി. സഹദേവനെ കണ്ടപ്പോൾ ജയന്തി മനസ്സിൽ പറയുകയാണ്, ഈശ്വര, സഹദേവൻ അങ്കിൾ ഇന്ന് ആന്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇല്ല പറയുകയാണ്, ഏതായാലും വന്നത് കറക്റ്റ് സമയത്ത് തന്നെയാണ്. ആ സമയത്ത് നീ കൂടി ഉണ്ടല്ലോ, സന്തോഷം. കൃഷ്ണേട്ടന് 2 ദിവസം മുൻപേ ഒരു വയ്യായിക വന്നു. അറിഞ്ഞു, എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഏട്ടത്തി എന്റെ വരവ്. തൃച്ചംബരം അന്ധവിശ്വാസങ്ങളുടെ കൂടാരമാണെന്ന് എനിക്കറിയാം. എന്നാലും ഇത്രയും അധപതിച്ചു പോകുമെന്ന് കരുതിയില്ല. അത് കേട്ട് ദേഷ്യത്തോടെ സഹദേവനെ നോക്കുകയാണ് അഖില. അപ്പോൾ അഖില പറയുകയാണ്, അപ്പോൾ സഹദേവൻ സ്വയം വന്നതല്ല, വരുത്തിയതാണെന്നർത്ഥം. ആരാണ് സഹദേവന്റെ ഈ അവതരിക്കലിന് പിന്നിൽ? പറയണം. എനിക്ക് താലി കെട്ടിയ എന്റെ ഭർത്താവോ, അതോ ഞാൻ നൊന്ത് പ്രസവിച്ച എന്റെ മക്കളോ, അതോ MBA ഗോൾഡ് മെഡലിസ്റ്റായ എന്റെയും മരുമകളോ എന്ന് നന്ദനെ ചൂണ്ടി ചോദിക്കുകയാണ് അഖില. അത് പോട്ടെ ഏട്ടത്തി, എന്നു മുതലാണ് തൃച്ചംബരത്ത് ഒരു ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ കൊണ്ട് രണ്ടാമതൊരു ഭാര്യയെ കൂടി കല്യാണം കഴിപ്പിക്കാൻ തുടങ്ങിയത്? തൃച്ചംബരം തറവാടിന്റെ ഏതു പാരമ്പര്യ പ്രമാണങ്ങളിലാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്? ദേഷ്യപ്പെട്ട് അഖില പറയുകയാണ്, ക്രോസ് വിസ്താരത്തിനൊക്കെ സമയമൊരുക്കാം. ഇപ്പോൾ നീ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, വിശ്രമിക്ക്. എന്റെ വരവിന്റെ ഉദ്ദേശം വിശ്രമമല്ല ഏട്ടത്തി. പിന്നെ എന്ന് അഖില ചോദിക്കുമ്പോൾ സഹദേവൻ പറയുകയാണ്, തൃച്ചംബരത്തെ മൂത്ത പുത്രന് ഏട്ടത്തി വീണ്ടും കല്യാണം ആലോചിക്കുന്നു എന്ന് കേട്ടു. എന്നാൽ ഈ നിൽക്കുന്നവന് കൂടി ഒരു കല്യാണം നടത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ന് അരവിന്ദിനെ നോക്കി പറയുകയാണ് സഹദേവൻ. അച്ഛൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തം കൂടിയാണല്ലോ അത്. നീ അതിന് തയ്യാറല്ലേ അരവിന്ദ് എന്ന് ചോദിക്കുകയാണ്. അത് ഇളയച്ച എന്ന് അരവിന്ദ് പറയുമ്പോൾ സഹദേവൻ പറയുകയാണ്, നിർത്ത്. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി മരപ്പാവകളായിട്ടല്ലല്ലോ മക്കളെ വളർത്തിയത്. എടാ, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. എന്നാൽ ഇപ്പോൾ നിന്റെയൊക്കെ നാവ് തളർന്നു പോയോ? ഈ വീട്ടിലെ ശ്രീരാമചന്ദ്രൻ ആനന്ദ് ഇപ്പൊ ഇവിടെ ഇല്ല എന്ന് അരവിന്ദ് പറയുകയാണ്. സഹദേവൻ പറയുകയാണ്, പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് ആരുടെ മുൻപിലും തലയുയർത്തി നിന്ന് പറയാൻ കഴിയണം. അതിനുള്ള ആർജവം വേണം ആണുങ്ങളായാൽ. ഇതിനൊക്കെ മാത്രം എന്ത് തെറ്റാണ് ഏട്ടത്തി കല്യാണി ചെയ്തത്? ദേഷ്യപ്പെട്ട് വീണ്ടും അഖില പറയുകയാണ്, മതി നിർത്ത്. എന്ന മുതലാണ് തൃച്ചംബരത്തെ സഹദേവന് സ്വന്തം കൂടപ്പിറപ്പിനേക്കാൾ സ്നേഹം അടുക്കളക്കാരി കല്യാണിയോട് തോന്നി തുടങ്ങിയത്? മുതലാണ് സ്വന്തം ഏട്ടന്റെ ജീവനേക്കാൾ കല്യാണിയുടെ ഭാവിക്ക് നീ വില കൊടുത്തു തുടങ്ങിയത്? ഏട്ടത്തിന് സഹദേവൻ വിളിക്കുമ്പോൾ നോ എന്ന് ഉച്ചത്തിൽ പറയുകയാണ് അഖിലാണ്ടേശ്വരി. മതി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയാണ് അഖിലാണ്ടേശ്വരി. എന്ന് പറഞ്ഞ് അരവിന്ദ് സഹദേവന്റെ കയ്യിൽ പിടിക്കുമ്പോൾ സഹദേവൻ പറയുകയാണ്, കൈവിടടാ. അതിനുശേഷം അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ ജയന്തി സഹദേവൻ വിളിക്കുകയാണ്, ജയന്തി, എന്താ സഹദേവൻ അങ്കിളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്രയുടെ വിശേഷമൊക്കെ പിന്നെ പറയാം. നിന്റെ ആന്റി എവിടെ? ചെമ്പരത്തെ വിലാസിനി എന്ന് ചോദിക്കുമ്പോൾ ജയന്തി പറയാൻ, ആന്റി മുകളിൽ ഇല്ല. എവിടെ പോയെന്നാണ് ചോദിച്ചത്? ഇത് ഞാൻ പറയാം, പക്ഷെ എന്നോട് പറയാതെയാണ് പോയത്. ജയന്തി ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് സഹദേവൻ മുകളിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ മുറ്റത്ത് നിൽക്കുന്ന ജയന്തിയാണ്. ജയന്തി സ്വയം പറയുകയാണ്, എന്നാലും ഈ ആന്റി കൊള്ളാമല്ലോ, പകല് പോയതാണ്, മണി ഇത്രയുമായിട്ടും വീട്ടിൽ കയറണമെന്നില്ല. സമയമൊക്കെ നോക്കിയിട്ട് ജയന്തി പറയുകയാണ്, ചുമ്മാതല്ല സഹദേവൻ അങ്കിൾ ചൂടാവുന്നത്. അന്നേരം അവിടേക്ക് കാറിൽ എത്തുകയാണ് വിലാസിനിയെ കണ്ട ഉടനെ ഓടിച്ചെന്ന് ജയന്തി പറയാണ്, ആന്റി എത്ര പ്രാവശ്യം ഞാൻ ഫോണിൽ വിളിച്ചു, ആന്റി എന്താ ഫോൺ എടുക്കാത്തത്? എന്തിനാ ഞാൻ ഒരു വഴിക്ക് പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നു ആന്റി, സഹദേവൻ അങ്കിൾ വന്നിട്ടുണ്ട്. അത് കേട്ട് ഒന്ന് ഞെട്ടുകയാണ് വിലാസിനി. ആ വിവരം പറയാനാണ് ഞാൻ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്നത്. അയ്യോ ഈശ്വര, സഹദേവേട്ടൻ വന്നോ? ഈശ്വര എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവയ്ക്കുകയാണ് വിലാസിനി. എന്നെ കുറെ പ്രാവശ്യം വിളിച്ചിട്ട് ഞാൻ എടുത്തതുമില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? വരുന്ന കാര്യം എന്നോട് പറഞ്ഞതുമില്ല. ഇല്ല, ഞാനിപ്പോ എന്താ ചെയ്യാ പറയാ എന്ന് ജയന്തിയോട് പറയുകയാണ് വിലാസിനി. അതെ, ഞാൻ എവിടെയാ പോയെന്ന് വല്ലതും ചോദിച്ചോന്നോ? ആ ചോദ്യങ്ങൾക്ക് മുൻപിൽ എനിക്ക് തല കുനിച്ച് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എന്റെ ദൈവമേ, ഞാൻ പെട്ടു. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്നും അറിയാൻ പാടില്ലല്ലോ. എന്നിട്ട് അങ്ങേരെവിടെയെന്ന് ചോദിക്കുകയാണ് വിലാസിനി. മുറിയിലുണ്ട്.
വന്നപ്പോ മുതൽ അങ്കിള് വലിയ ചൂടിലാണ്. ഇവിടെ കുറച്ച് സംസാരങ്ങളൊക്കെ ഉണ്ടായി. അമ്മേ, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? പോകാൻ തുടങ്ങുന്ന വിലാസിയെ ജയന്തി പിടിച്ചു നിർത്തുകയാണ്. ആന്റി നിൽക്ക്, എന്താന്ന് പറയടി. ആന്റി അറിയാതെയാണ് സഹദേവൻ അങ്കിൾ വന്നിട്ടുള്ളതെങ്കിൽ ഇതൊരു സാധാരണ വരവാണെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? നിമിഷ നേരങ്ങൾക്കുള്ളിൽ സഹദേവൻ അങ്കിൾ ഇങ്ങനെ പറന്നു വരണമെന്നുണ്ടെങ്കിൽ ഇത് ആരോ വരുത്തിച്ചതുപോലെയുണ്ട്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ മനസ്സിൽ കാണുമ്പോൾ മാനത്ത് കാണുന്നവളാണ് ആന്റി എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാം, ആന്റി ഉദ്ദേശിക്കുന്നത് തന്നെ. അനിയനെ ചേട്ടൻ വരുത്തിച്ചതാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.